ലോകം കാത്തിരുന്ന കൂടിക്കാഴ്ചയ്ക്ക് വേദിയായ അലാസ്കയിലെ ആങ്കറേജിൽ നിന്നും മധു കൊട്ടരക്കര അവിടെ ഉണ്ടായിരുന്നു. മധു കൊട്ടരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് ട്രംപും പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമ്പം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതായത് ഒരു കരാർ ആത്മരം വരെ ഒരു കരാർ ആയി എന്ന് പറയാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്, ലോകം മുഴുവൻ പ്രതീക്ഷിച്ചത് തന്നെ. ട്രംപും പറഞ്ഞാണ് ഈ ചർച്ചയ്ക്കായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇത് അപ്രതീക്ഷിതമല്ലായിരുന്നു. അതുകൊണ്ട് 3 മണിക്കൂറാണ് ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും കൂടെ ചർച്ച നടത്തിയത്. മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ രണ്ടുപേരും അഭക്തമായിട്ടാണ് സംസാരിച്ചതും അവരുടെ മുഖവും അത്ര കനീഭവിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറെ കാര്യങ്ങളിൽ ധാരണയായി ട്രംപ് പറയുന്നത് ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം എയർഫോഴ്സ് വണ്ണിൽ ഇന്ന് രാവിലെ വാഷിംഗ്ടണിൽ തിരിക്കും മുമ്പ് അദ്ദേഹം പറഞ്ഞത് മീറ്റിംഗിന്റെ തുടക്കത്തിൽ കാര്യങ്ങൾ നന്നായി പോയില്ലെങ്കിൽ പിന്നീട് തുടരുന്നതിൽ കാര്യമില്ലാത്തതുകൊണ്ട് വാഷിംഗ്ടണിലേക്ക് പോകുമെന്നാണ്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ ഈ ചർച്ച നീണ്ടത് ഏതാണ്ട് കാര്യങ്ങളിലൊക്കെ ട്രംപിന് ഒരു പക്ഷേ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സാധിച്ചുണ്ടെന്ന് വേണേൽ കരുതാം. സാധാരണ നിലയ്ക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ആ ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറുള്ള സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് അതിന് വിപരീതമായിട്ട് ചെറിയ വാക്കുകളിൽ ഒരു 3 മിനിറ്റിൽ അദ്ദേഹത്തിന്റെ സംസാരം ഒതുക്കി നിർത്തി. പുടിനാണ് കുറച്ചും കൂടെ സംസാരിച്ചത്. പുടിൻ ഏതാണ്ട് ഒരു 8 മിനിറ്റോളം സംസാരിച്ചു. പുടിൻ പറഞ്ഞത് പഴയ നിലപാടിൽ തന്നെ പുടിൻ നിൽക്കുന്നു എന്നാണ് പുടിന്റെ സംസാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കൻ മണ്ണിൽ നിന്ന് റഷ്യയിലേക്ക് പുടിൻ മടങ്ങുമ്പോൾ സ്വന്തം ജനതയോട് ഉത്തരം പറയേണ്ടിയ ഒരാവശ്യം വരുന്നുണ്ട്. കാരണം ഇത്രയും നീണ്ടുപോയ ഒരു യുദ്ധത്തിൽ ധാരാളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഏതാണ്ട് 2 ലക്ഷത്തിലധികം സൈനികരെയാണ് പുടിന് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ റഷ്യക്ക് നഷ്ടപ്പെട്ടത്. അത് മാത്രമല്ല ആയുധങ്ങൾ, ഒരുപാട് ആയുധപ്പുരം മുഴുവൻ കാലിയാകുന്നിടത്തോളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പകരം എന്ത് കിട്ടി എന്നുള്ളതിന്റെ ഒരു ഉത്തരം റഷ്യൻ ജനതയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു എളുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു വിലപേശലിന്റെ ഒടുവിൽ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് പുടിൻ ഒരു കരാർ എഗ്രി ചെയ്ത് മടങ്ങിപ്പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ സാധ്യമല്ല. കൂടിക്കാഴ്ച നടക്കുമ്പോൾ അലാസ്കയിലെ ഈ വ്യോമസേനാ കേന്ദ്രത്തിന്റെ പുറത്ത് വലിയ പ്രതിഷേധമായിരുന്നു. ആയിരക്കണക്കിന് യുക്രൈൻ ജനത ഇവിടെ പുടിനും അതുപോലെ ട്രംപും കോപായിരിക്കുന്ന ഒരു പ്രകടനം തന്നെ ഈ കൂടിക്കാഴ്ച കഴിയുന്നിടം വരെ നീണ്ടു നിന്നു. മാധ്യമത്തിൽ ഒരു വലിയ വാർത്തയായിട്ട് വന്നു. തുടർ ചർച്ചകൾക്കായിട്ട് ഇനി നേറ്റോ രാജ്യങ്ങളെ അതുപോലെ യൂറോപ്പിലെ മറ്റ് രാഷ്ട്രതലവന്മാരെയും സെലൻസ്കിയുമായിട്ട് സംസാരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. തുടർ ചർച്ചയിൽ സെലൻസ്കി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അന്നേരം പുടിൻ ഇടയ്ക്ക് കയറി പറയുകയുണ്ടായി തുടർ ചർച്ച ഇനി മോസ്കോയിലാകട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോസ്കോയിലേക്ക് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെലൻസ്കിക്ക് എങ്ങനെ മോസ്കോയിൽ പോയി ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. ഓക്കെ, മധു കൊട്ടരക്കരയാണ് അലാസ്കയിലെ ആങ്കറേജിൽ നിന്നും 24 മാത്രമായി അവിടെ ഉണ്ടായിരുന്ന ഏക മലയാള മാധ്യമം ആങ്കറയിൽ നിന്നും ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ നൽകിയത്.